ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എവർക്കും സുഖാണോ? നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. കർത്താവിൻ്റെ സപ്തദാനങ്ങളാൽ നാം ഓരോരുത്തരും പൂരിതരാകുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമ്മുടെ കർത്താവിനെ നന്ദി പറയാം. 18 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ഈ ശുശ്രൂഷയുടെ 4-ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. യുഗാന്ത്യ സഭ പരിശുദ്ധാത്മാവിൻ്റെ ദാനഫല വരങ്ങളാൽ കൂടുതൽ അലങ്കൃതയാകുവാൻ ഈ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ ജനമായ നമ്മൾ ഈ സമയത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയമായി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ആവശ്യമായിട്ടുള്ള ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നാം ഓരോരുത്തരും സമ്പന്നരാകുവാൻ ഈ ശുശ്രൂഷ വഴി പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 18-ാം തിരുവചനം, പരിശുദ്ധ വചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: എല്ലാ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായി ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോസ്തല പ്രവർത്തനം 2:17 നമ്മൾ എന്താണ് കാണുന്നത്? അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം തരികയാണ്. എന്നാൽ 2:18 വരുമ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു: എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിന് വലിയ ഒരു ആത്മീയ മർമ്മമുണ്ട്. ഈ നാളുകളിൽ എല്ലാവരുടെ മേലുള്ള ഒരു ആത്മവർഷത്തേക്കാൾ ഉപരിയായി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിനായി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പണം ചെയ്ത് അവിടുത്തെ വിശ്വസ്തതയിലും വിശുദ്ധിയിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിനായി അമ്മയുടെ വിശ്വസ്ത മക്കളായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കൃപയുടെ അടയാളങ്ങളായി മാറുന്ന ജീവിതങ്ങളിലേക്കാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ വർഷമുണ്ടാകുന്നത്. എല്ലാവരുടെ മേൽ എന്നതിനേക്കാൾ ഉപരിയായി ഈ ഒരു നാളുകളിൽ ഈ ഒരു ആത്മമാരിക്ക് വേണ്ടി, പരിശുദ്ധാത്മ വർഷത്തിനു വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ദാനഫല വരങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ആത്മീയമായി ഒരുക്കി നമ്മൾ എന്തുമാത്രം അതിനായി വില കൊടുത്ത് ഒരുക്കത്തോടെ ആയിരിക്കുന്നുവോ അപ്രകാരമുള്ള ആത്മാക്കളിലേക്കാണ് ഈ അഭിഷേക കൃപകൾ ഈ നാളുകളിൽ ചൊരിയപ്പെടുന്നത്. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൃപയുടെ ഒരു അവിശിഷ്ട ഭാഗം. രക്ഷാകര ചരിത്രത്തിൽ എല്ലാ നാളുകളിലും ഈ കൃപയുടെ അവിശിഷ്ട ഭാഗത്തെ
നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ നാളുകളിൽ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, അത് നമ്മളിലാണ് എത്തി നിൽക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയുന്നത് വില കൊടുത്ത് അവിടുത്തെ വചനത്തെ അനുസരിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ പാപമ്ലേച്ഛതയിൽപ്പെട്ട് മലിനരാകാതെ തങ്ങളെ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവരാണ്. അവരാണ് ഈ കൃപയുടെ അവശിഷ്ട ഭാഗം. പരിശുദ്ധ അമ്മ മാതാവിലൂടെ കഴിഞ്ഞ നാളുകളിലെല്ലാം വെളിപ്പെട്ട പ്രവചന സന്ദേശങ്ങളിൽ പല സന്ദേശങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിലൂടെ യുഗാന്ത്യ സഭയ്ക്ക് ദ്വിതീയ പെന്തക്കോസ്ത് തരികയാണ്. പരിശുദ്ധ അമ്മ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, സഭയിൽ സംഭവിക്കാൻ പോകുന്ന ദ്വിതീയ പെന്തക്കോസ്ത, നവമായ പെന്തക്കോസ്ത, അത് സഭയെ കൂടുതൽ മഹത്വമുള്ളവളാക്കി മാറ്റും, തേജസ്വിനിയാക്കി മാറ്റും. എൻ്റെ സഹോദരങ്ങളെ, ആ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 33-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ആദിമ സഭയുടെ വലിയൊരു പ്രത്യേകത കൃപാവരങ്ങളിൽ സമ്പന്നമായ സഭയായിരുന്നു. പ്രാർത്ഥനയിൽ സമ്പന്നമായ സഭ, ദൈവവചനത്താൽ സമ്പന്നമായ സഭ, സുവിശേഷവൽക്കരണത്തിൽ സമ്പന്നമായ സഭ, സ്നേഹത്തിലും പങ്കുവെക്കലിലും സമ്പന്നമായ സഭ, പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങളിൽ അനുഗ്രഹീതമായ സഭ. എൻ്റെ സഹോദരങ്ങളെ, എന്നാൽ യുഗാന്ത്യ സഭയിൽ ആദിമ സഭയിലെ വിശുദ്ധരേക്കാൾ കഴിഞ്ഞ നാളുകളിൽ സഭാ ചരിത്രത്തിൽ ജീവിച്ച പല വിശുദ്ധാത്മാക്കളെയും വെല്ലുന്ന മഹാവിശുദ്ധർ യുഗാന്ത്യ സഭയിൽ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുമെന്ന് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് 300 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ സഭയോട് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മുടെ ജീവിതങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിന്റെ ദാനഫല വരങ്ങളാൽ അഭിഷേചിതമാകുവാൻ, നമ്മുടെ സമൂഹങ്ങളെയും നമ്മുടെ സഭയെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശക്തമായൊരു അഭിഷേകത്തിന് പകർച്ച തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ സന്ദർശിക്കുന്ന സമയമാണ്. ഹൃദയം തുറന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു നവമായ പെന്തക്കോസ്ത് ഞങ്ങൾക്ക് തരണമേ. ഒരു ദ്വിതീയ പെന്തക്കോസ്ത് യുഗാന്ത്യ സഭയ്ക്ക് നൽകണമേ. ഞങ്ങളെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഞങ്ങളെ ദമ്പതിമാരും സമർപ്പിതരും വന്യവൈദികരെല്ലാം ഈ പെന്തക്കോസ്തയുടെ ശക്തിയാൽ നിറയപ്പെടട്ടെ. കർത്താവേ, കൃപ തരണമേ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനോ ഗോപിയിലൂടെ നമ്മളെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ തലമുറകളെയും സമൂഹങ്ങളെയും നമ്മുടെ സഭ മുഴുവനെയും പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിന്റെ നവമായ അഭിഷേകം, ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾ, ശബ്ദദാനങ്ങളാൽ നമ്മൾ പൂരിതരാകുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്.
പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ, സഭയുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. യുഗാന്ത്യ സഭയെ ശക്തിപ്പെടുത്തണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ നിറയണമേ. പുതിയ പെന്തക്കോസ്ത് ആത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ആത്മാവിന്റെ ദാനഫലവരങ്ങളാൽ അറിയപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ സഭയിലേക്ക് പരിശുദ്ധാത്മ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മളെല്ലാം സമ്പന്നരാകുവാൻ പൈശാചികാധിപത്യങ്ങള്, നാരിക ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, അന്ധകാര പീഡകള്, പൈശാചിക അരൂപികള് പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ, പരിശുദ്ധാത്മ കൃപാവരങ്ങളാൽ നിർവീര്യമാകട്ടെ. ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളുമായി ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. സഭ മുഴുവനിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹിച്ച് ദാഹത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശബ്ദദാനങ്ങൾക്ക് വേണ്ടി, വിശിഷ്ട ദാനങ്ങൾക്കായി ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് ഒരിക്കൽ കൂടെ വിളിക്കുന്നു, ആത്മാവേ, ഹോളി സ്പിരിറ്റ്, anoint us, anoint us, anoint us. സ്തുതിക്കുന്നു. കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് പരിശുദ്ധ അമ്മ മാതാവിന്റെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു പാടി, ആത്മാവേ വരിക, സപ്തദാനങ്ങളാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. ഇവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണം. യുഗാന്ത്യ സഭയുടെ മേൽ ഉന്നതമായ ഓരോ കുടുംബത്തിലേക്കും ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിലേക്ക് വരിക. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ആത്മാവേ വരണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കേണമേ. ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ.
മുദ്ര ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ, തലമുറകളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്ന ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. കർത്താവേ, അവിടുത്തെ ശബ്ദദാനങ്ങളാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. കരമുയർത്തി വിളിക്കുന്ന ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഓരാത്മാവിലേക്കും ഓരോ കുടുംബത്തിലേക്കും സഭാ സമൂഹങ്ങളിലേക്ക് തിരുസഭ മുഴുവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദദാനങ്ങൾ ഒഴുകപ്പെടട്ടെ, ശബ്ദദാനങ്ങൾ ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് ആദിമ സഭയിലെ വിശുദ്ധരെ വെല്ലുന്ന മഹാവിശുദ്ധരെ, അതിവിശുദ്ധരെ യുഗാന്ത്യ സഭയിൽ രൂപപ്പെടുത്തുന്നത്. അമ്മയുടെ കരം പിടിക്കാൻ നമുക്ക്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇപ്രകാരം പ്രസ്താവിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇത് സംഭവിക്കുന്നത് അവസാന നാളുകൾ അടുക്കുമ്പോഴായിരിക്കും. ഇതിന് വളരെ നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല. ലെബനോനിലെ ദേവദാരു വൃക്ഷങ്ങൾ ചെറുചെടികളുടെ മുകളിൽ തല ഉയർത്തി നിൽക്കുന്നത് പോലെ വിശുദ്ധിയിൽ ഇതര പുണ്യാത്മാക്കളെ വെല്ലുന്ന വിശുദ്ധരെ സർവശക്തൻ പരിശുദ്ധ മാതാവിനോട് കൂടെ തനിക്കായി അക്കാലത്ത് യുഗാന്ത്യ നാളുകളിൽ യുഗാന്ത്യ സഭയിൽ ഉളവാക്കുമെന്ന് 300 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവിൽ വിശുദ്ധൻ പ്രവചിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അമ്മ മാതാവിലൂടെയാണ് ഈ മഹാവിശുദ്ധരെ പരിശുദ്ധാത്മാവ് യുഗാന്ത്യ സഭയിൽ രൂപപ്പെടുത്തുന്നത്. അവരിലൂടെയാണ് സഭയ്ക്ക് ദ്വിതീയ പെന്തക്കോസ്ത പരിശുദ്ധാത്മാവ് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ അമ്മ മാതാവ് വഴി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. വളരെ വ്യക്തമായ ആത്മാവ് സഭയോട് പറയുകയാണ്, അവസാനമായി ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു നാളുകളിൽ യുഗാന്ത്യ സഭയിലെ ദൈവജനം കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും, അതാരാണ്? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാലും അവിടുത്തെ വിശിഷ്ടമായ കൃപാവരങ്ങളാലും കരുത്തു പ്രാപിക്കുവാൻ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം ഒരുക്കുന്ന ഈ വിശുദ്ധരായ ആത്മാക്കൾ എപ്രകാരമുള്ളവരാണെന്ന് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ടിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്നുണ്ട്.
അത്യുഗ്രമായി പോരാടുന്ന പൈശാചിക ശക്തികളെ നേരിടുവാൻ കൃപാവരവും തീഷ്ണതയും നിറഞ്ഞ ഈ വിശുദ്ധാത്മാക്കളെ ആയിരിക്കും ദൈവം തെരഞ്ഞെടുക്കുക. അവളുടെ പ്രകാശനത്താൽ അവർ പ്രശോഭിതരാകും. അവളുടെ പരിപോഷണത്താൽ അവർ ശക്തരാകും. അവളുടെ ചൈതന്യത്താൽ അവർ നയിക്കപ്പെടും. അവളുടെ ബലിഷ്ഠകരങ്ങൾ അവരെ താങ്ങും. അവളുടെ സംരക്ഷണത്തിൽ അവർ സുരക്ഷിതരായിരിക്കും. ആകയാൽ ഒരു കരം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മറുകരം കൊണ്ട് അവർ പണിതുയർത്തും. പാഷാണ്ഡതയെയും പാഷാണ്ടികളെയും, ശീഷ്മയെയും ശീഷ്മക്കാരെയും, വിഗ്രഹങ്ങളെയും വിഗ്രഹാരാധകരെയും, പാപികളെയും അവരുടെ വഷളത്വത്തെയും ഒറ്റ കൈകൊണ്ട് അവർ കീഴ്പ്പെടുത്തും. ലോകത്തിൽ നിന്ന് സകല മ്ലേച്ഛതകളെയും അവർ തുടച്ചു നീക്കും. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായി ലൂസി മോൺഫോർട്ടിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചന വാക്കുകളാണ് യുഗാന്ത്യ സഭയ്ക്ക്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന വിശുദ്ധാത്മാക്കളുടെ സവിശേഷതയാണ്. അവർ ലോകത്തിൽ നിന്ന് പാപമ്ലേച്ഛതകളെ തുടച്ചു മാറ്റും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ, വിശിഷ്ടദാനങ്ങളാൽ അത്യുഗ്രമായി പോരാടുന്ന പൈശാചിക ശക്തികളെ അവർ തകർത്ത് കളയും. പരിശുദ്ധ അമ്മ മാതാവ് അവരെ സംരക്ഷിക്കും. അമ്മ അവരെ കരം പിടിച്ച് നയിക്കും. പരിശുദ്ധ അമ്മ അവർക്ക് അഭയം നൽകും. പാഷാണ്ഡതയെയും പാഷാണ്ടികളെയും, ശീഷ്മകളെയും ശീഷ്മക്കാരെയും, വിഗ്രഹാരാധനയെയും വിഗ്രഹാരാധകരെയും അവർ തുടച്ചു നീക്കും. എൻ്റെ സഹോദരങ്ങൾ, എത്ര ശക്തമായ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നമുക്കിതിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. സംശയിക്കാതെ തങ്ങളെ തന്നെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിച്ച അമ്മ മാതാവിൻ്റെ വിശ്വസ്തരായ ദാസിദാസന്മാരിലൂടെ ഈ യുഗാന്ത്യ നാളുകളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചാണ് വിശുദ്ധനായ ലൂസി മോൺഫോർട്ടിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. ഈ അവസാന നാളുകളിൽ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നമ്മൾ കരുത്തു പ്രാപിക്കുവാൻ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്നേ ദിവസം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായി പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളെ കുറിച്ചാണ്. വിശിഷ്ടമായ ആത്മാവിൻ്റെ ദാനങ്ങളെ കുറിച്ച്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം, ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, നമുക്ക് 3 തലങ്ങളിലായി, 3 സ്റ്റെപ്പുകളായി നമുക്ക് കാണാൻ പറ്റും. 1 പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്, 2 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്, 3 പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വിശിഷ്ടമായ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വളരെ വിശിഷ്ടമായ ആത്മാവിൻ്റെ ഫലങ്ങൾ. വീണ്ടും പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ആ വചനങ്ങൾ പിന്നീട് വായിക്കുക. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ വളരെ കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആത്മാവിൻ്റെ വിശിഷ്ട ദാനങ്ങളാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളാണ്. വിശിഷ്ടമായ 7 വിശുദ്ധ ദാനങ്ങളാണ്.
വെളിപാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. സിംഹാസനത്തിന് നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 തീപന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കളാണ്. ഇവ ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കളാണ്. അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 തീപന്തങ്ങള്. ഈ തീപന്തങ്ങള് ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കൾ, അത് ആത്മാവിൻ്റെ ശബ്ദദാനങ്ങളാണ്. ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള 7 ആത്മാക്കളാണ്. നല്ല സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ വിശിഷ്ടമായ 7 വെളിപ്പെടലുകൾ, ആ മാനിഫെസ്റ്റേഷൻസ്, 7 എക്സ്പ്രഷൻസ്, പ്രദർശനങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങളാണ് ഈ ശബ്ദദാനങ്ങളായി നമ്മൾ കാണുന്നത്. യുഗാന്ത്യ സഭ ഇന്ന് ഉണർത്തപ്പെടേണ്ടത് ആത്മാവിൻ്റെ ഈ വിശുദ്ധ ദാനങ്ങളാലാണ്. ഞാൻ ആദ്യ ദിവസം പറഞ്ഞു, വിശുദ്ധരെ വിശുദ്ധരാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠമായ ദാനങ്ങളാണ്. സഭാപിതാക്കന്മാരെ ബലപ്പെടുത്തിയതും ആദിമ സഭയിൽ അബദ്ധ സിദ്ധാന്തങ്ങളും പാഷാണ്ഡതകളും മുളച്ചു പൊന്തിയപ്പോൾ സത്യവിശ്വാസത്തിലും സത്യപ്രബോധനങ്ങളിലും സഭയെ നിലനിർത്തിയത് സഭാപിതാക്കന്മാരിൽ പ്രവർത്തിച്ച ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിനും തങ്ങൾ സ്വീകരിച്ച സത്യവിശ്വാസത്തിനും പ്രതി രക്തം ചിന്തി മരിക്കുവാൻ രക്തസാക്ഷികളിലേക്ക് വിശ്വാസ വീര്യം പകർന്നത്, വിശ്വാസത്തിൻ്റെ ആ സ്ഥൈര്യം അവർക്ക് പകർന്നു കൊടുത്തതും ആത്മാവിൻ്റെ ഈ 7 വിശുദ്ധ ദാനങ്ങളായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, മഹാപീഡനത്തിൻ്റെ നാളുകളിൽ സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പാപമ്ലേച്ഛതയുടെയും ദൈവനിഷേധത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും എല്ലാവിധ അരാജകത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവകൃപയിലും ദിനംതോറും നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ 7 വിശിഷ്ടമായ ദാനങ്ങൾ നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യുഗാന്ത്യ സഭയിലെ തൻ്റെ പൊന്നോമന മക്കളെ ഈ ദാനങ്ങൾക്കായി, ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കൾക്കായി പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ് ഒരുക്കുന്നത്. വിശുദ്ധനായി ലൂയിസ് ടി മോൺഫോർട്ട് വീണ്ടും പറയുന്നുണ്ട്, അമ്മ ആത്മാവിനെ എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന്. എന്താണ് വിശുദ്ധൻ പങ്കുവെക്കുന്നത്? മറിയം ഒരു ആത്മാവിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവൾക്ക് മാത്രം സാധിക്കുന്ന കൃപാവരത്തിൻ്റെ വിസ്മയകരമായ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു തുടങ്ങും. നിങ്ങൾ അതിനർത്ഥം മനസ്സിലാക്കി വായിക്കണം. കാരണം മറിയം മാത്രമേ സർവസമൃദ്ധിയും നിറഞ്ഞവളായിട്ടുള്ളൂ. പരിശുദ്ധാത്മദാന ഫലങ്ങൾ വരങ്ങളുടെ ആൾ രൂപമാണ് നമ്മുടെ അമ്മ മാതാവ്. പരിശുദ്ധ അമ്മ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, എൻ്റെ ആത്മാവിൽ അമ്മ മാതാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും എൻ്റെ ആത്മാവിനെ അമ്മ ഒരുക്കി സമ്പന്നമാക്കുകയാണ്. അമ്മയെ സ്നേഹിക്കുന്ന, അമ്മ മാതാവിനായി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശ്വസ്തരായ മക്കളെ ഈ അന്ത്യകാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയിൽ പരിശുദ്ധ അമ്മ വിശിഷ്ടമായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശുദ്ധനായി ലൂയിസ് ടി മോൺഫോർട്ടിലൂടെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ വിശിഷ്ട ദാനങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നത്. വെളിപാട് പുസ്തകം 1:4 വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നതുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും, വ്യക്തമായി പറയുകയാണ്, സപ്താത്മാക്കളിൽ നിന്നും ഇതെഴുതപ്പെടുകയാണ്.
അവന്റെ സിംഹാസന സന്നിധിയിലുള്ള സപ്താത്മാക്കളിൽ നിന്നും. വീണ്ടും വെളിപാട് പുസ്തകം 3:1 വരാം. പരിശുദ്ധ വചനം പറയുന്നു, സാർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ പറയുന്നു. ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ പറയുന്നു. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും വെളിപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്നൊരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. ഇത് ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സപ്താത്മാക്കളെ യെശയ്യാ പ്രവചനത്തിൽ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-3 വചനങ്ങളിൽ ഈ 7 സപ്താത്മാക്കളെ നമുക്ക് കാണാം. അവിടെ എന്താ പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നിർത്തി ഈ വചനത്തിൻ്റെ മർമ്മം ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ ഒരേ സ്വരത്തിൽ വായിച്ച്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 3-ാം വചനത്തിൽ പറയുന്നു, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. ദൈവഭക്തിയുടെ ആത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സപ്താത്മാക്കള്, ആത്മാവിൻ്റെ 7 വിശിഷ്ട ദാനങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. 1-ാമത്തെ ദാനം എന്താണ്? ഈ വിശിഷ്ട 7 ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ദാനമാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വിശുദ്ധ ദാനമാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. 2 വിവേകത്തിൻ്റെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിൻ്റെ ആത്മാവ്. 3-ാമത് ആലോചനയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. 4-ാമത് എന്താണ്? 4-ാമത് അറിവിൻ്റെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് നോളേജ്. 5-ാമത് ശക്തിയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. 6-ാമത് ദൈവഭയത്തിൻ്റെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയത്തിൻ്റെ ആത്മാവ്. 7-ാമത് എന്താണ്? ദൈവഭക്തിയാണ്, ദൈവഭക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1845-ാമത്തെ ഖണ്ഡികയിൽ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളെ കൃത്യമായി സഭാമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ മേൽ ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ: ജ്ഞാനം, വിവേകം, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയാകുന്നു. ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കള്, യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ടു ഈ സപ്താത്മാക്കള് ഏതൊക്കെയാണെന്ന്. സഭ അത് കൃത്യതയോടുകൂടി ഉറപ്പിച്ചു തരികയാണ്. ജ്ഞാനം, വിവേകം, ആലോചന, അറിവ്, ശക്തി, ദൈവഭക്തി, ദൈവഭയം. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയിലെ സഭാമക്കൾ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ പൂരിതരാകണം. ഇല്ലെങ്കിൽ കൃപയിൽ നമ്മൾ വീണുപോകും. തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വചനത്തിൽ കണ്ടതാണ്. വെളിപാട് പുസ്തകം 13-7 പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന കാലം, സാത്താൻ അധികാരം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സമയത്തിൽ അവൻ എന്താണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത്? വെളിപാട് പുസ്തകം 13-7 കണ്ടു, വിശുദ്ധരോട് പടപൊരുതി
അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. ഇന്ന് മറ്റെന്തിനേക്കാളും ഉപരി പിശാച് ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാനാണ്. ബഹുമാനപ്പെട്ട വന്യവൈദികരെ, സമർപ്പിതരെ, സന്യസ്തരെ, ആത്മായ പ്രേക്ഷിതരെ, കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ദമ്പതിമാരെ, യുവജനങ്ങള്, കുഞ്ഞുങ്ങള്, ഇവരെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ഇന്ന് വളരെ തന്ത്രപരമായി പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധരെ അത് കീഴ്പ്പെടുത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലത്തിൽ ആത്മാവിൻ്റെ ഈ ശബ്ദദാനങ്ങളാൽ നിറഞ്ഞ് ഞാനും നിങ്ങളും ജീവിക്കുവാൻ പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെക്കേന ന്യൂസിലൂടെ ഈ ഒരു ശുശ്രൂഷ ഇപ്രകാരം ഒരു സമയത്ത് ആത്മാവ് നമുക്കായി ഒരുക്കി തന്നത്. ഇരു കരങ്ങളെടുത്തിട്ട് 3 പ്രാവശ്യം സ്നേഹത്തോടെ, ഉണർവോടെ ഒന്ന് വിളിച്ചേ, ഈശോയേ, യേശുനാമം വിളിച്ചെന്ന് സ്തുതിച്ച്, ഈശോയേ, നന്ദി നന്ദി കർത്താവേ, ഈ ഒരു ശുശ്രൂഷ ഒരുക്കി തന്നതിനായിട്ട് നന്ദി, ഈ ഒരു ശുശ്രൂഷ ഒരുക്കി തന്നതിനായിട്ട് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ സമയം കർത്താവ് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? കർത്താവ് എന്താണ് നമ്മോട് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ തിരുവചനമാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് യുഗാന്ത്യ സഭയിലെ ദൈവജനത്തോട് കർത്താവ് എന്താ പറയുന്നത്? റിസീവ് ദ ഹോളി സ്പിരിറ്റ്. മാമോദീസായിലൂടെ, സൈർലേപനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, പ്രത്യേകമായി സൈർലേപനം എന്ന കുദാശ വഴി ഈ വിശുദ്ധ ദാനങ്ങളെല്ലാം നമ്മളിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ആക്റ്റീവ് ആകാതെ നിർജീവമായി നമ്മിൽ അവശേഷിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ ശക്തിപ്പെടേണ്ട സമയമാണിത്. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുക. അപ്പോസ്തലപ്രവർത്തനം 1:8 നമുക്ക് സുപരിചിതമായ വചനമാണത്. എന്താണ് ഈശോ ശിഷ്യരോട് പറഞ്ഞത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകുമ്പോൾ, വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, സമർപ്പിത ജീവിതങ്ങൾ, പൗരോഹിത്യ ജീവിതങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അതിനുള്ള സമയമാണ് ഇതെന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, അവിടെ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, യുഗങ്ങളുടെ, ഞാൻ ഈ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എത്രയോ കൃത്യമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലനായ പൗലോസ് യുഗാന്ത്യ സഭയോട് പറയുകയാണ്. ഈ കാലഘട്ടത്തെ കണ്ടുകൊണ്ട് പൗലോസ്ലീഹ പ്രവചിക്കുകയാണ്, യുഗത്തിൻ്റെ അന്ത്യം നമ്മിലാണല്ലോ എത്തി നിൽക്കുന്നത്. ആയതിനാൽ ഈ കാലഘട്ടത്തിലെ ദൈവജനം പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാലും അവിടുത്തെ വിശിഷ്ടമായ ഫലങ്ങളാലും വരങ്ങളാലും നിറഞ്ഞ് ജീവിക്കേണ്ട ഒരു സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശിഷ്ട ദാനങ്ങൾ നമ്മൾ സ്വീകരിക്കുവാനും അതിൽ നിറഞ്ഞ് ജീവിക്കുവാനും സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ജനറലായിട്ട് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്.
തുറന്നുള്ള ദിനങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മളൊരു ശുശ്രൂഷയിൽ ഇങ്ങനെ കൂടിപ്പോകുന്ന ഒരു നമ്മളിത് നിസ്സാരമായി ലാഘവമായി ഒരിക്കലും കാണരുതേ. ഈ ഒരു ശുശ്രൂഷ കർത്താവ് നമുക്കായി നൽകുമ്പോൾ അതിൻ്റെ പുറകിൽ കൃത്യമായ ചില പദ്ധതികളുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മാവിൻ്റെ വിശിഷ്ട ദാനങ്ങളിൽ നിറഞ്ഞ് ശക്തിപ്പെടുവാനും സാത്താൻ എതിരായി അന്തിമ യുദ്ധത്തിൽ ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായി രൂപപ്പെടുവാനും ആത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ശുശ്രൂഷ നമുക്കായി ഈ സമയം നൽകുന്നത്. ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലും അലക്ഷ്യമായി ലാഘവമായി നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നമ്മളിതിനെ കാണുകയും ചെയ്യരുത്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ലൂസിയോട് പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണ് അമ്മ മാതാവ് പറഞ്ഞത്? നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്, ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്ര സർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എത്ര കൃത്യമായിട്ടാണ് ഫാത്തിമ പ്രത്യക്ഷീകരണ സമയത്ത് നമ്മുടെ അമ്മ മാതാവ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചന സന്ദേശം നൽകുന്നത്. നമ്മളൊരു നിർണായക യുദ്ധത്തിലാണ്, ഒരു അന്തിമ യുദ്ധത്തിലാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്ര സർപ്പവും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങളാണ് ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു, ശേഷിച്ചിരിക്കുന്നവരെ, അത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവകൽപ്പനകൾ കാക്കുന്നവരെ, യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരെ നശിപ്പിക്കുവാൻ, അവരെ തകർക്കുവാൻ, അവരെ കീഴ്പ്പെടുത്തുവാൻ, അവരോട് പൊരുതുവാൻ പിശാച് അരിശം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നൊരു സമയം. ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനുഷികമായ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ടോ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും വസ്തുക്കൾ കൊണ്ടോ നമുക്ക് ഈ അന്ധകാര മണ്ഡലങ്ങളെ മറികടക്കുവാനും പൈശാചിക ശക്തികളെ പോരാടി കീഴ്പ്പെടുത്തുവാനും സാധിക്കുകയില്ല. അതിന് ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ. അതിനാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈ ഒരു ശുശ്രൂഷ നമുക്കായി ഒരുക്കി തരുന്നത്. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു, 33 ദിവസങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയ്ക്ക് ശേഷം തുടർച്ചയായി വീണ്ടും 18 ദിനങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ യുഗാന്ത്യ സഭ ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ ഉണർത്തപ്പെടുവാൻ ഈ ഒരു ശുശ്രൂഷ ഒരുക്കുകയായിരുന്നു പരിശുദ്ധ ത്രിത്വം. ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനു ഗോപിയോട് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ദ്വിതീയ പെന്തക്കോസ്തിയുടെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ സഭയെ ഒരുക്കുന്നു, ഈ കാലഘട്ടത്തെ ഒരുക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന, തന്നിൽ ശരണപ്പെടുന്ന തൻ്റെ പൊന്നോമന മക്കളെ അമ്മ മാതാവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ള പ്രവചന സന്ദേശം? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത് നിരാകരിക്കരുതേ, നമ്മളിതിൽ ആലംബം കാണിക്കരുതേ, നമ്മൾ ഈ സന്ദേശങ്ങൾ നിസ്സാരമായി കരുതരുതേ. ഇത് കേട്ട് പിന്നെ ജീവിതത്തിന് വ്യഗ്രതകളിൽപ്പെട്ട് നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം പോകുവാനല്ല ആത്മാവ് ഈ ശുശ്രൂഷ വഴി ആഗ്രഹിക്കുന്നത്. ഇതിന് ഗൗരവം മനസ്സിലാക്കണം, ആവശ്യകത മനസ്സിലാക്കണം, പ്രാധാന്യം മനസ്സിലാക്കണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്നായി ഒരുങ്ങുവാൻ, ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദാഹിക്കുവാൻ, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഈ ശുശ്രൂഷ വഴി നമുക്ക് കഴിയണം. എന്താണ് അമ്മ മാതാവ് പറയുന്നത്? നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ സമീപിക്കുകയാണ്. നിങ്ങൾ ദ്വിതീയ പെന്തക്കോസ്തയുടെ കവാടത്തിൽ എത്തി നിൽക്കുന്നു. ശ്രദ്ധിക്കണമേ, ദ്വിതീയ പെന്തക്കോസ്തയുടെ കവാടത്തിൽ എത്തി നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, തന്റെ വിശ്വസ്തരായ ദാസിദാസന്മാരിലൂടെ കൃപയുടെ ഒരു അവിശിഷ്ട ഭാഗത്തിലൂടെ ഈ നാളുകളിൽ സഭയെ ഉണർത്തുവാൻ,
സഭയെ ശക്തിപ്പെടുത്തുവാൻ, സഭയെ നവീകരിക്കുവാൻ ആത്മാവ് തന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ബിഷപ്പ് ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞത്, അവസാന നാളുകളിൽ പരിശുദ്ധ മറിയം കൂടുതൽ പ്രശോഭിതയാകുവാനും എല്ലാവരാലും അറിയപ്പെടുവാനും പരിശുദ്ധ ത്രിത്വം അതിയായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിന്റെ അനേക ദിക്കുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു പ്രവചനത്തിന്റെ ഭാഗമായിട്ട്, സഹോദരങ്ങളെ, ഈ ഒരു സ്വർഗീയ അടയാളത്തിന്റെ ഭാഗമായിട്ടാണ്. പൂർവാധികം എല്ലാവരാലും പരിശുദ്ധ അമ്മ മാതാവ് അറിയപ്പെടുവാൻ പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്ന ഒരു കാലമാണിത്. ദ്വിതീയ പെന്തക്കോസ്തയുടെ കവാടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ ഈ സമയത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കണം. എപ്രകാരമാണ് ആത്മാവിൻ്റെ ഈ 7 വിശിഷ്ട ദാനങ്ങൾക്കായി, സപ്തദാനങ്ങൾക്കായി നമ്മൾ ഒരുങ്ങേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, അടുത്തൊരു ഒരുക്കം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നന്നായി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. ഞാൻ അതുകൊണ്ട് ആവശ്യപ്പെടുന്നത്, ഈ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങി പ്രാർത്ഥിക്കണം. നമുക്ക് ജീവിത കാര്യങ്ങളുണ്ട്, കുടുംബകാര്യങ്ങളുണ്ട്, ജോലിപരമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോഴും ഈ ഒരു ചൈതന്യം നഷ്ടപ്പെടുത്താതെ, ഈ ഒരു കൃപയുടെ നിറവ് നമ്മളിൽ നിന്ന് ചോർന്നു പോകാൻ ഒന്നിനെയും അനുവദിക്കാതെ നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് അടുത്ത ഒരു കൃപയുടെ ഒരുക്കം നമ്മളിൽ ഉണ്ടാകണം. ഇത് സ്വർഗം നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ത്യകാലഘട്ടത്തിൻ്റെ പ്രധാന 3 കെണികളാണ്. അതിൽ നമ്മളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, പലരും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങളിലാണ് കർത്താവ് ആ പ്രവചന സന്ദേശം അറിയിച്ചത്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ജീവിത വ്യഗ്രത. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, ജീവിത വ്യഗ്രത. എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും. എന്റെ സഹോദരങ്ങളെ, ജീവിത വ്യഗ്രത ഒരു കെണിയാണ്. ജീവിതത്തിന്റെ വ്യഗ്രതകളിൽപ്പെട്ട് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശങ്ങളും തിരുവചന സത്യങ്ങളും നമ്മൾ പെട്ടെന്ന് മറന്നു പോകരുത്. നല്ലൊരു അടുത്തൊരുക്കം നമുക്കുണ്ടാകണം. ഈ വിശുദ്ധ ദാനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ വെളിപ്പെടുവാൻ, നമ്മിൽ ആക്റ്റീവ് ആകുവാൻ നമ്മൾ നന്നായി ഒരുങ്ങണമെന്ന് സ്വർഗം ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരുങ്ങി പ്രാർത്ഥിച്ച സമൂഹത്തിലേക്കാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഒരുങ്ങി നല്ല ഒരുക്കമുള്ളൊരു സമൂഹത്തിലേക്ക്. അപ്പോസ്തലപ്രവർത്തനം 1:4 ഈശോ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ഈ വാഗ്ദാനം പ്രാപിക്കുവാനായി നിങ്ങൾ ഒരുങ്ങണം. കർത്താവിൻ്റെ ഈ വചനമനുസരിച്ച് 10 ദിവസക്കാലം പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ശിഷ്യ സമൂഹം ഒരുങ്ങുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ അവസാന സമയത്ത് എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനം 2:4 പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഒരുമിച്ച് ആ വചനം ഏറ്റുപറഞ്ഞേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എപ്രകാരമുള്ള സമൂഹത്തിലേക്കാണ് ആത്മാവ് ഇറങ്ങി വന്നത്? ആത്മാവിന്റെ വരവനായി ഒരുങ്ങി കാത്തിരുന്നൊരു സമൂഹത്തിലേക്കാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. സഹോദരങ്ങളെ, ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ യുഗാന്ത്യ സഭ ഉണർത്തപ്പെടുവാൻ, നവീകരിക്കപ്പെടുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സപ്തദാനങ്ങൾ നദി പോലെ ഒഴുകപ്പെടുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ അഭിഷേകം നിറയപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ബന്ധുമിത്രങ്ങൾ, മാതാപിതാക്കൾ, നമ്മുടെ തലമുറ ദൈവത്തിൻ്റെ സപ്തദാനങ്ങളാൽ മുദ്ര ചെയ്യപ്പെടുവാൻ നമ്മൾ ഒരുങ്ങി ദാഹത്തോടെ പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. കാരണം പരിശുദ്ധ അമ്മ പറയുന്നു ഫാദർ ഷെഫാന ഗോപിയോട്, ആ ദ്വിതീയ പെന്തക്കോസ്തയുടെ കവാടത്തിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അമ്മ തുടർന്ന് സന്ദേശം നൽകുകയാണ്. സഭ അവളുടെ മഹാപരിശോധനയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മുൻപൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒന്നാണ് അവളെ കാത്തിരിക്കുന്നത്. ഞാൻ അവളെ നിരീക്ഷിക്കുകയും എല്ലാം അവളുടെ നന്മയ്ക്കായി ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. അവളുടെ പൊതുജനനത്തിനായി എൻ്റെ വിമല ഹൃദയത്തിൽ ഞാൻ അവൾ ഒരുക്കുകയും ചെയ്യുന്നു. കണ്ടു, അമ്മ ഒരുക്കുകയാണ് യുഗാന്ത്യ സഭയെ. അമ്മയെ സ്നേഹിക്കുന്ന അമ്മയുടെ മക്കളെ അമ്മ ഒരുക്കുകയാണ്. ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി, ഈ സപ്താത്മാക്കൾക്ക് വേണ്ടി അമ്മ ഒരുക്കി കൊണ്ടുവരികയാണ്. യുഗാന്ത്യ സഭയെ ഒരുക്കുന്നു, നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കുന്നു, നമ്മുടെ മക്കളെ ഒരുക്കുന്നു, ജീവിത പങ്കാളി ഒരുക്കുന്നു, ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നു. എന്തിനു വേണ്ടി? ഈ സപ്തദാനങ്ങളുടെ പകർച്ചയ്ക്ക് വേണ്ടി. ഈ സപ്താത്മാക്കളെ നമ്മൾ മുദ്രിതരാകുവാൻ, പൂരിതരാകുവാൻ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ ഒരുക്കുന്നൊരു സമയമാണിത്. തുടർന്ന് അമ്മ പറയുകയാണ്, വിശുദ്ധീകരണത്തിൻ്റെ മഹാപരിശോധനയ്ക്ക് ശേഷം അവൾ കൂടുതൽ സുന്ദരിയും തേജസ്വിയും പരിശുദ്ധവും ദൈവത്തെ പോലെ അവളാകും. അതിനാൽ എൻ്റെ ശത്രു സഭയുടെ മേൽ അന്ധകാരം വീശുകയും അവളുടെ തന്നെ ഇടയന്മാരിൽ നിന്ന് ആത്മാക്കളെ കൊയ്യുകയും ചെയ്യുന്നതിനിടയിൽ ഞാൻ രഹസ്യമായി എൻ്റെ ഹൃദയത്തിൽ പ്രകാശപൂരിതമായ ഒരു സഭയെ ഒരുക്കും. അത് നവീകരിക്കപ്പെട്ട സഭയാ. അതാണ് തൻ്റെ വിശ്വസ്ത ദാസിദാസന്മാരിലൂടെ, പരിശുദ്ധ അമ്മയുടെ തനയരിലൂടെ, മക്കളിലൂടെ, നമ്മൾ പറയുന്നത് പോലെ, പൗലോസ് പറയുന്നത് പോലെ കൃപയുടെ അവിശിഷ്ട ഭാഗത്തിലൂടെ, ആ റെമനന്റ് ഗ്രൂപ്പിലൂടെ പരിശുദ്ധ അമ്മ സഭയെ നവീകരിക്കും. പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിലൂടെ സഭയെ ശക്തിപ്പെടുത്തും, സഭയെ വിശുദ്ധീകരിക്കും, സഭയിലേക്കൊരു ദ്വിതീയ പെന്തക്കോസ്ത പകർന്നു നൽകും. അമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശപൂരിതമായ ഒരു പുതിയ സഭ ഒരുക്കുകയായിരുന്നു. അത് നവീകരിക്കപ്പെട്ട സഭയായിരിക്കും. സെഹിയോൻ മാളികയുടെ സമയം മുതൽ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു മഹാപ്രകാശത്താൽ സഭ മഹത്വത്തോടെ ശോഭിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, സഭ മഹത്വത്തോടെ ശോഭിക്കുന്ന ഒരു സമയത്തിലേക്ക് വരാൻ പോകും. അതിൻ്റെ ഈറ്റുനോവിലൂടെയാണ് ഇന്ന് കർത്താവിൻ്റെ സഭ കടന്നു പോകുന്നത്. ഇത് കർത്താവിൻ്റെ സഭ തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കുമാറ് സഭയ്ക്കെതിരെ പിശാച് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. സഭയെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ഇന്നാവുന്നതെല്ലാം പിശാച് ചെയ്യുന്നു. കാരണം സാത്താൻ അറിയാം ഇത് കർത്താവിൻ്റെ സഭയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ അത് സത്യസഭയാണെന്നും അത് കർത്താവിൻ്റെ സ്വന്തം സഭയാണെന്നും അത് കർത്താവ് ഈശോ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയാണെന്നും നമ്മേക്കാൾ എത്രയോ അധികമായി പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു നാളുകളിൽ പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കള് പലരും വീണുപോകും. ആ മഹാപരിശോധനയുടെ നാളുകളിൽ അവിടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം അത് വായിക്കണം. ആ പരിശോധനയ്ക്ക് ശേഷം എന്താ പറയുന്നത്? അവളുടെ തന്നെ ഇടയന്മാരിൽ നിന്ന്, കണ്ടു, എൻ്റെ ശത്രു സഭയുടെ മേൽ അന്ധകാരം വീശുകയും അവളുടെ തന്നെ ഇടയന്മാരിൽ നിന്ന് ആത്മാക്കളെ കൊയ്യും. പല ഇടയന്മാരും വീണുപോകും. നമ്മൾ പലപ്പോഴും ഇത് കാണുന്നുണ്ട്. ചില വന്യ വൈദികർ പൗരോഹിത്യം ഉപേക്ഷിക്കുന്ന. അസ്വസ്ഥരാകേണ്ട, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ പൗരോഹിത്യത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം. എൻ്റെ സഹോദരങ്ങളെ, സമർപ്പിതർ പലരും വീഴും. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 13:35 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവസാന നാളുകളിൽ യുഗാന്ത്യ സഭയിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജ്ഞാനികളിൽ ചിലർ വീണുപോകും.
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. പരിശുദ്ധ വചനത്തിലുള്ള ഈ പ്രവചന സന്ദേശങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ജ്ഞാനികളിൽ ചിലർ വീണുപോകുമെന്ന്. എൻ്റെ ദൈവമേ, ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ഇത് സംഭവിക്കാതിരിക്കാനാണ് പരിശുദ്ധാത്മാവ് തന്നെ മണവാട്ടിയായി പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഇന്ന് സഭയെ ഒരുക്കുന്നത്. എന്തിനു വേണ്ടി? ആത്മാവിൻ്റെ ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി. ഈ വിശുദ്ധ ദാനങ്ങളാൽ യുഗാന്ത്യ സഭ ഉണർത്തപ്പെടുവാൻ, നവീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മൾ ഓരോരുത്തരും ഈ സപ്തദാനങ്ങളാൽ അഭിഷേചിതരാകുവാൻ അമ്മ നമ്മെ ഒരുക്കുന്നൊരു സമയമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമുക്കൊരു അടുത്തൊരുക്കം ഉണ്ടാകണം. ശ്രദ്ധിക്കണമേ, അടുത്തൊരു ഒരുക്കം നമുക്കുണ്ടാകണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിയായ ദാഹം നമുക്കുണ്ടാകണം. ഈ വിശിഷ്ട ദാനങ്ങൾക്ക് വേണ്ടി അതിയായ ദാഹമുണ്ടാകണം. തീരാത്തൊരാഗ്രഹം സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ കാലഘട്ടം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന്? ക്ലേശപൂർണമായ സമയങ്ങളിൽ, ഭീതിജനകമായ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ, ഈ സപ്തദാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു ആത്മാവിന് മാത്രമാണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഈ നാളുകളിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവിന് ചേർന്ന വിധം അമ്മയുടെ വിശ്വസ്തരായ മക്കളായി എനിക്കും നിങ്ങൾക്കും ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ സ്വാധീനം കൊണ്ടോ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അതിന് ആത്മാവിൻ്റെ ഈ സപ്തദാനങ്ങൾ, വിശുദ്ധ ദാനങ്ങൾ കൂടിയേ തീരൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതിയായൊരു ദാഹം നമുക്കുണ്ടാകണം. ഇന്നൊരു ആത്മീയ മന്ദതയുടെ സമയമാണ്. പലപ്പോഴും പലർക്കും ഇത് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നതെന്ന് ചിന്തിക്കുന്നത്. ഒരു മന്ദതയുടെ, മരവിപ്പിൻ്റെ, അലസതയുടെ, അശ്രദ്ധയുടെ, അല്ലെങ്കിൽ ഒരു അനാസ്ഥയുടെ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ യഹൂദിയ സഭയെ നോക്കി കർത്താവ് ശാസിക്കുന്നുണ്ട്. ഇന്ന് യുഗാന്ത്യ സഭയിലെ നമ്മെ നോക്കിക്കൊണ്ട് ആത്മാവ് ഈ ശ്വാസന തരുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15-16 വചനങ്ങളിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. എന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ട്. ചൂടുമില്ല, തണുപ്പില്ല, ഒരു ലുക്വാം സ്റ്റേജ്, ഒരു ഇളം ചൂട്, ഒരു ആത്മീയ മന്ദത. നമുക്ക് ദാഹമില്ല. ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ വിശിഷ്ട കൃപകൾക്ക് വേണ്ടി, കാലഘട്ടത്തിന് അഭിഷേക കൃപകൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോയി, ആഗ്രഹം നഷ്ടപ്പെട്ടു പോയി. അതിന് കാരണം എന്താ പ്രിയപ്പെട്ടവരെ? പൗലോസ്ലീഹ ഈ കാലഘട്ടത്തിന് അടയാളമായി സഭയോട് പറയുന്നുണ്ട്. തിമോത്തിയോസിനെതിരെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 4-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അവസാന നാളുകളിൽ പല അടയാളങ്ങൾ പറഞ്ഞിട്ട് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും. നിങ്ങൾ ഒരുമിച്ച വചനം വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവിക കാര്യങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം ആത്മീയ കാര്യങ്ങള്, സ്വർഗോന്മുഖമായ കാര്യങ്ങള്, ഇവയെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ, സുഖലോലുപതയിൽ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിന്റെ നിറങ്ങൾ, സെലിബ്രേഷൻസ്, ആഘോഷങ്ങള്, ആർഭാടങ്ങള്, അടിപൊളികള്, പാർട്ടികള്, ക്ലബുകള്, ഇവയെ സ്നേഹിക്കുന്ന, ഇവയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാകുമെന്ന് ആത്മാവ് വ്യക്തമായി യുഗാന്ത്യ സഭയ്ക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഈ ഒരു പൈശാചിക പീഡ ഇന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അനേകം ആത്മാവിൽ ഈ ദാഹം കെട്ടുപോയത്. ദാഹമില്ല, ആഗ്രഹമില്ല, എരിവില്ല, തീഷ്ണതയില്ല. ഒരു ആത്മീയ മന്ദതയില്
ഇങ്ങനെ നമ്മൾ സാധാരണ പറയില്ലേ, ഇങ്ങനെ ചത്തേ ചതഞ്ഞ് ചത്തേ ചതഞ്ഞ് 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 ഇങ്ങനെ ചതഞ്ഞിങ്ങനെ പോവുക പലരും. തീഷ്ണത നഷ്ടപ്പെട്ട് മന്ദോഷരായി, ചൂടുമില്ല തണുപ്പുമില്ലാത്തൊരവസ്ഥ. ഇതൊരുപാട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തെ ദുഃഖിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. പൗലോസ്ലീഹ സഭയോട് പറയുന്ന കൃത്യമായൊരു കാര്യമുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. എന്താണ് സ്ലീഹ പറയുന്നത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം, അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി ശ്രദ്ധിക്കണമേ. വളരെ വ്യക്തമായ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയ ദാനങ്ങൾക്കായി, പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി, ദൈവത്തിൻ്റെ സപ്താത്മാക്കൾക്കായി, പ്രത്യേകിച്ച് പ്രവചന വരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരമാണ് ആഗ്രഹിക്കേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, തീക്ഷ്ണതയോ. ഓരോ ഉച്ചത്തിൽ പറഞ്ഞ് നമ്മൾ എപ്രകാരമാണ് ആഗ്രഹിക്കേണ്ടത്? കർത്താവിൻ്റെ സപ്തദാനങ്ങളാൽ, ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ നിറയപ്പെടുവാൻ നമ്മൾ എപ്രകാരം ആഗ്രഹിക്കണം? തീഷ്ണതയോടെ, എരിവോടെ, അതീവ ദാഹത്തോടെ. ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരിലേക്കാണ് പരിശുദ്ധ അമ്മ മാതാവ് വഴി പരിശുദ്ധാത്മാവ് ഈ കൃപകൾ നൽകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 നമ്മൾ ഈ സത്യം മറന്നു പോകുക. അതുകൊണ്ടാണ് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞത്, പരിശുദ്ധ അമ്മ മാതാവ് ഒരു ആത്മാവിൽ വരുമ്പോൾ അവൾ സകല കൃപാവരങ്ങളാലും ആത്മാവിനെ സമ്പന്നമാക്കുകയാണ്. നമുക്ക് ഈ ആഗ്രഹം ഉണ്ടാവണം, ഈ ദാഹമുണ്ടാകണം. അമ്മയുടെ മടിത്തട്ടിലിരുന്ന് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അമ്മയുടെ കരം പിടിച്ച്. ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് ഈ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ അമ്മ മാതാവിൻ്റെ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്രമാത്രം ഒരു ഭക്തി ഉണ്ടായിരുന്നില്ല. ഇത്രമാത്രം എന്തിനീ പരിശുദ്ധ അമ്മയ്ക്ക് ഈ പ്രാധാന്യം കൊടുക്കുന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് തുറന്നങ്ങ് ഏറ്റുപറയാ. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് ആ തെറ്റായ ബോധ്യത്തിൽ നിന്ന് തന്നെ വിമോചിപ്പിച്ചു. കാരണം യുഗാന്ത്യ സഭയുടെ സംരക്ഷകയും യുഗാന്ത്യ സഭയുടെ മധ്യസ്ഥതയും യുഗാന്ത്യ സഭയെ നയിക്കുന്നവളും യുഗാന്ത്യ സഭയുടെ സൈന്യാധിപയും യുഗാന്ത്യ സഭയെ ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ത്വരിതപ്പെടുത്തുന്നവളും പരിശുദ്ധ അമ്മ മാതാവാണ്. ശ്രേഷ്ഠമായൊരു സ്ഥാനം പരിശുദ്ധ ത്രിത്വം കൊടുത്തിരിക്കുക. കാരണം അവൾ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങളുടെ ആൾ രൂപമാണ് പരിശുദ്ധ അമ്മ മാതാവ്. നമ്മൾ അമ്മയോട് ചേർന്ന് ദാഹിക്കുമ്പോൾ, ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അമ്മയിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് ഈ വിശുദ്ധ ദാനങ്ങളെ പരിശുദ്ധാത്മാവ് ഒഴുക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുള്ള ദാഹമാണ് ഈ ദിനങ്ങളിൽ നമുക്ക് വേണ്ടത്. ഈ ദിനങ്ങളിൽ മാത്രമല്ല, തുറന്നുള്ള നാളുകളിൽ ഈ ഒരു ആഗ്രഹം സഹോദരങ്ങളെ നമുക്കുണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ടാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം സഹോദരങ്ങളെ. വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ആത്മാവിലേക്കും ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകപ്പെടുകയില്ല. വിശുദ്ധീകരിക്കപ്പെടാത്ത സ്വയം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. എല്ലാവിധ അശുദ്ധതയിൽ നിന്നും, പാപമാലിന്യങ്ങളിൽ നിന്നും, ജഡമോഹങ്ങളിൽ നിന്നും, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാ ജഡീക വ്യാപാരങ്ങളിൽ നിന്നും, നമ്മുടെ ആത്മാവിനെതിരായി പോരാടുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. എന്തുമാത്രം നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നുവോ അത്ര അളവിൽ ഈ വിശുദ്ധ ദാനങ്ങൾ നമ്മിൽ നിറയുകയും നമ്മിലൂടെ വെളിപ്പെടുകയും ചെയ്യും. വിശുദ്ധരെ വിശുദ്ധരാക്കിയത് അവർ തങ്ങളെ തന്നെ എന്നും എപ്പോഴും വിശുദ്ധീകരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം
2-ാം അധ്യായം 21-ാമത്തെ വചനം. ആ വചനം എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ച്. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ, ഇതാ നമ്മൾ ഈ ദിനങ്ങളിൽ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്താൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ അലങ്കൃതരാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം. ദൈവവചനത്തെ പ്രതി ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്ക് വേണ്ടിയുള്ള ചില നിലപാടുകൾ ഉണ്ടാകണം. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗയോഗ്യവുമായ വിശുദ്ധപാത്രമാകും. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, വിശുദ്ധപാത്രമാകും. വിശുദ്ധ പാത്രമാകും. എപ്പോഴാണ് സംഭവിക്കുന്നത്? നികൃഷ്ടമായ, അശുദ്ധമായ, മലിനമായ, ജഡീകമായ അവസ്ഥയിൽ നിന്ന് ഞാനും നിങ്ങളും നമ്മെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് പ്രയോജനമുള്ള ഒരു വിശുദ്ധ പാത്രമായി രൂപപ്പെടുകയാണ്. ഹല്ലേലൂയ! ഈ ഒരു വിശുദ്ധ പാത്രമായി നമ്മെ രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയെ നിയോഗിച്ചിരിക്കുക. അമ്മ മാതാവ് നമ്മളിങ്ങനെ വിശുദ്ധീകരിക്കുക. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനിങ്ങനെ കുളിപ്പിച്ച് ആ കുഞ്ഞിനെ ദേഹശുദ്ധി വരുത്തുന്നത് പോലെ തൻ്റെ സാന്നിധ്യം നൽകി, തൻ്റെ മധ്യസ്ഥത നൽകി, തൻ്റെ പ്രാർത്ഥന നൽകി, തൻ്റെ വാത്സല്യം നൽകി, തൻ്റെ സ്നേഹം നൽകി, തൻ്റെ സംരക്ഷണം നൽകി അമ്മ മാതാവ് നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ അൽഫോൺസ് മരിയ ലിഗോരി സഭയിലെ വലിയൊരു വിശുദ്ധനാണ്. പരിശുദ്ധ അമ്മ മാതാവ് നമ്മിൽ ചെയ്യുന്ന ആ ശുദ്ധീകരണ പ്രവൃത്തിയെക്കുറിച്ച് അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പറയുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തിൽ ഇടപെട്ട് ത്വരിതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, അവളുടെ മക്കളായ നാം ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. ലളിതത്തിൽ പറഞ്ഞ എന്താണ്? വിശുദ്ധീകരണമാണ്. അമ്മ മാതാവിൻ്റെ മക്കളായ നമ്മോട് ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് അമ്മ തിടുക്കത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണവും രക്ഷയും വേഗത്തിലാക്കാൻ മറിയത്തിന് കഴിയുമെന്ന് സഭയിലൊരു ശ്രേഷ്ഠ വിശുദ്ധനാണ് വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി. അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക സഹോദരങ്ങളെ. എല്ലാ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി ഈ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ പ്രകാശിതരാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു അന്തിമ യുദ്ധത്തിലാണ്, ഒരു നിർണായക യുദ്ധത്തിലാണ്. നമ്മൾ ഇന്നലെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. വെളിപാട് 12:12 കാലഘട്ടം, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന കാലഘട്ടം. അരിശം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാനും കീഴ്പ്പെടുത്തുവാനും തകർക്കുവാനും അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമ്മുടെ യുദ്ധം മാനുഷിക ശക്തികളോടല്ല, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ് ഞാനും നിങ്ങളും പടവെട്ടുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളാണ്. നമ്മൾ അമ്മ മാതാവിൻ്റെ അന്ത്യകാല പ്രേക്ഷിതരാണ്. നമ്മൾ അമ്മയുടെ സൈന്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ യുദ്ധക്കളത്തിൽ, ഈ അന്തിമ യുദ്ധത്തിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 9-ാം വചനത്തിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. ആ വചനം ശ്രദ്ധിക്കാം നമുക്ക്. ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും വിമുക്തരായിരിക്കണം. എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങൾ വിമുക്തരായിരിക്കണം. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശത്രുവിനെതിരെ നീ പാളയമടിക്കുമ്പോൾ, ഈ യുദ്ധത്തിനായി പോകുമ്പോൾ,
നീ യുദ്ധകളത്തിൽ നിൽക്കുമ്പോൾ, യുദ്ധകളത്തിലെ മുന്നണി പോരാളിയായി മാറുമ്പോൾ സകല തിന്മകളിൽ നിന്നും നീ ഒഴിഞ്ഞു നിൽക്കണം. നീ ഒഴിഞ്ഞു നിൽക്കണം. ശുദ്ധീകരിക്കപ്പെട്ട ഒരാത്മാവിലേക്കാണ് ഈ സപ്തദാനങ്ങൾ ഒഴുകപ്പെടുന്നത്. അങ്ങനെയുള്ള ആത്മാക്കളിലൂടെയാണ് തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുവാനും നവീകരിക്കുവാനും ഉണർത്തുവാനുമായി പോകുന്നത്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അല്ലാതെങ്ങനെ ഒഴുക്കിനൊപ്പം ഒഴുകി പോകാനല്ല ആത്മാവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒഴുക്കിനൊപ്പം ഒഴുകി പോകുന്നത് ചത്ത മീനുകളാ. ജീവനുള്ള മീനുകള് ഒഴുക്കിനെതിരെ നീന്തുകയാണ്, ഒഴുക്കിനെതിരെ നീന്തുകയാണ്. ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകുന്നത് ജീവൻ നഷ്ടപ്പെട്ട ചത്ത മീനുകളെ. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാകണം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴ്മയുള്ളവരാകണം. താഴ്മയുള്ളവരാകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. താഴ്മയുള്ള ഒരു ആത്മാവായി, താഴ്മയുള്ള ഒരു ജീവിതമായി നമ്മുടെ അഹങ്കാരങ്ങളെ ഓർത്ത്, അഹന്തയോർത്ത്, പൊങ്ങച്ചങ്ങളെ ഓർത്തൊക്കെ നമ്മൾ റിപ്പന്റ് ചെയ്യണം, അനുതപിക്കണം. അന്ത്യകാലഘട്ടത്തിലെ അവസാന നാളുകളിലെ ഒരു വലിയൊരു അടയാളമാണ് അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമായ മനുഷ്യരെ. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്, അഹങ്കാരികളും പൊങ്ങച്ചക്കാരും ഉണ്ടാകുമെന്ന്. പൊങ്ങച്ചത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ടത് ദൈവമേ, എന്തൊക്കെ ഇന്ന് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. അഹങ്കാരത്തിൻ്റെ വാക്കുകൾ, ഗർഭിഷ്ഠമായ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ എത്ര നേരമുണ്ടെന്ന്. താഴ്മയുള്ള ആത്മാക്കൾ, പരിശുദ്ധ അമ്മയുടെ മക്കള് താഴ്മയുള്ളവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുദ്രയുള്ളവര് അവർ താഴ്മയുള്ളവരാണ്. ദൈവരാജ്യത്തിന് മുന്നണി പോരാളികള് താഴ്മയുള്ളവരാണ്. യാക്കോബ് ശ്രീ ലേഖനം 4:4 അവിടെ പറയുകയാണ്, താഴ്മയുള്ളവർക്ക് കർത്താവ് കൃപ കൊടുക്കും. താഴ്മയുള്ളവർക്ക്. ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ നമ്മിലേക്ക് ഒഴുകപ്പെടണമെങ്കിൽ താഴ്മയുള്ളവരാകണം. യെശയ്യാ പ്രവചനം 66:2 പറയുന്നു. എന്താ പറയുന്നത്? ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കും. ആത്മാവിൽ എളിമയുള്ള ജീവിതങ്ങളിലേക്കാണ്, കുടുംബങ്ങളിലേക്കാണ്, സമൂഹങ്ങളിലേക്കാണ് ആത്മാവിൻ്റെ ദാനങ്ങളെല്ലാം ഒഴുകപ്പെടുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ ബർണാഡ് പ്രകാരം പറയുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ഒരു സൃഷ്ടിയും മറിയത്തോളം ഉയർത്തപ്പെട്ടിട്ടില്ല. എത്ര വാസ്തവമാണത്! ഒരു സൃഷ്ടിയും മറിയത്തോളം ഉയർത്തപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഈ ലോകത്ത് ഒരു സൃഷ്ടിയും ഇത്രയധികം എളിമപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ സത്യം. എന്തുകൊണ്ടാണ് എല്ലാ സൃഷ്ടികളിൽ നിന്നും മറിയം ഏറ്റവും അധികം ഉയർത്തപ്പെട്ടത്? അവൾ എല്ലാ സൃഷ്ടികളിൽ നിന്നും അവൾ എളിമയുള്ളവളായിരുന്നു. അവൾ സ്വയം താഴ്ന്ന് ജീവിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മ മാതാവ് പ്രഘോഷിച്ചത്. അമ്മയുടെ സ്തോത്രഗീതത്തിൽ നമ്മൾ പാടുന്നില്ലേ? ലൂക്കായുടെ സുവിശേഷം 1:48 തന്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എൻ്റെ സഹോദര സഹോദരി, ഞാനും നിങ്ങളും പൊങ്ങച്ചക്കാരാകരുത്, അഹങ്കാരികളാകരുത്. സൗന്ദര്യത്തെ പ്രതി, കഴിവിനെ പ്രതി, നമ്മുടെ സമ്പത്തിനെ പ്രതി, സ്ഥാനമാനത്തെ പ്രതി, അംഗീകാരത്തെ പ്രതി, നമുക്കുള്ളതിനെ പ്രതി, നമ്മുടെ കുടുംബത്തെ പ്രതി, മക്കളെ പ്രതി നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് പ്രിയപ്പെട്ടവരെ? പൊങ്ങച്ചം, വമ്പ് പറയുക. ഇതൊന്നും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പൊന്നോമന മക്കൾക്ക് ചേർന്നതല്ല. അവിടെയൊന്നും അമ്മയുടെ സാന്നിധ്യമില്ല, അവിടെയൊന്നും ആത്മാവിൻ്റെ സാന്നിധ്യമില്ല. സഹോദരങ്ങളെ, പൊങ്ങച്ചവും വമ്പും അഹങ്കാരവും ആരുടേതാണ്? അത് പിശാചിൻ്റെതാണ്. അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെതല്ല. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അമ്മ മാതാവ് വിശുദ്ധ ബ്രിജിത്തിനോട് അമ്മ എന്താ അറിയിച്ചത്? എൻ്റെ മകളെ എൻ്റെ അങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കുക. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ വേണ്ടി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പൊന്നോമന മക്കള്
പരിശുദ്ധാത്മാവിൻ്റെ സൈന്യനിരയിലെ മുന്നണി പോരാളികളായ ഞാനും നിങ്ങളും നമ്മുടെ അമ്മ മാതാവിൻ്റെ മേലങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കണം. വിശുദ്ധ ബ്രജിത്തിനോട് അമ്മ പറഞ്ഞു, മകളെ, എൻ്റെ അങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കുക. ഈ അങ്കി എളിമയാണ് എന്ന് പറഞ്ഞ ഈ അങ്കി എളിമയാണ്. എൻ്റെ മകളെ, എളിമയാൽ നീ നിന്നെ തന്നെ വസ്ത്രമണിയിക്കുക. എളിമ കൊണ്ട് നീ വസ്ത്രമണിയുക. എളിമ കൊണ്ട് നിന്നെ തന്നെ വസ്ത്രമണിയിക്കുക. എളിമയുള്ള ആത്മാക്കളിലേക്ക് കൃപ ഒഴുകുന്നു. അവസാനമായി സഹോദരങ്ങളെ, തീഷ്ണമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധ ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, നമ്മൾ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ദിവികാണ് സന്നിധിയിലെല്ലാം ഈ ദിവസങ്ങൾ തീഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? ഈ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സപ്താത്മാക്കളെ നമ്മൾ പൂരിതരാകാൻ വേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് ബന്ധത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് ആ വന്യവൈദികനെ അമ്മ അറിയിക്കുകയാണ്. എന്താ അമ്മ പറഞ്ഞത്? അമ്മ ഇപ്രകാരം പറയുകയാണ്: പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്. പ്രാർത്ഥന സമ്മേളനങ്ങളുടെ സംഖ്യ എല്ലായിടത്തും വളരെയധികം വർദ്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കും. നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ നിന്ന് ശുഷ്കമാകുകയാണ്. കുടുംബ പ്രാർത്ഥനകളില്ല, പല കുടുംബങ്ങളിലും വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, ദിവ്യകാണ് സന്നിധിയിലുള്ള പ്രാർത്ഥനയും ആരാധനയുമില്ല, ജപമാല പ്രാർത്ഥനകളില്ല. നമ്മളുണ്ടോ സഹോദരങ്ങളെ? പരിശുദ്ധ ജപമാല എടുത്തുള്ള പ്രാർത്ഥനകളുണ്ടോ? കരുണക്കൊന്ത ചെല്ലാറുണ്ടോ? വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? എത്രയോ സഭയുടെ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് അറിയിക്കുകയാണ്, പ്രാർത്ഥനാ സമ്മേളനങ്ങളുടെ സംഖ്യ എല്ലായിടത്തും വർദ്ധിപ്പിക്കുക. എൻ്റെ അമലോദ്ഭവ ഹൃദയമാകുന്ന സെനക്കിനുള്ളിൽ സഭ മുഴുവനായി പ്രവേശിക്കേണ്ടതാണ്. അവിടെ നിങ്ങളുടെ സ്വർഗീയ ജനനിയെക്കുറിച്ച് നിരന്തര പ്രാർത്ഥനയിൽ നിങ്ങൾ കഴിയണം. കാരണം എൻ്റെ വിമല ഹൃദയമാണ് പരിശുദ്ധ രൂപിക്ക് നിങ്ങൾ അടുക്കിലേക്ക് കടന്നു വരാനുള്ള സുവർണ കവാടം. അമ്മയോട് ചേർന്ന് ജപമാലകൾ ചൊല്ലി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. തുടർന്ന് അവസാനമായി അമ്മ പറയുകയാണ്, രണ്ടാമത്തെ പെന്തക്കോസ്ത് അനുഭവം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. എൻ്റെ വിമല ഹൃദയമാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സുവർണ കവാടം. അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ദൈവസന്നിധിയിലായിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വചനം ഏറ്റുപറഞ്ഞ് കരുണക്കൊന്ത ചൊല്ലി കരുണയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കും, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞു ലൂക്കോ 21:36 സംഭവിക്കാൻ പോകുന്ന ഇവയിൽ രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുൻപിൽ കരുത്തോടെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരായിരിക്കണം. മറ്റു സഹോദരങ്ങളെ, നമ്മൾ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾക്കായി നമ്മൾ ഇപ്രകാരം ഒരുങ്ങുകയാണ്. നാളത്തെ ശുശ്രൂഷ മുതൽ നമ്മൾ ഈ വിശിഷ്ട ദാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു ഒരുക്കത്തോടെ വേണം നമ്മൾ ഇനിയുള്ള ദിനങ്ങളിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും. നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. ടീം ഷഖേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകൾ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനെ പരിശുദ്ധ അമ്മയോടൊപ്പം പങ്കുവെച്ച് നൽകാനുള്ള ദൈവിക ജ്ഞാനവും കൃപയും ലഭിക്കാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഉണ്ടാകണം സഹോദരങ്ങളെ. ഒപ്പം നിങ്ങൾ ഈ ശുശ്രൂഷ അനേകരെ അറിയിക്കുക. ഇനി അറിയാത്ത ഒത്തിരിയേറെ പേരുണ്ട്. നമ്മൾ അവരെ അറിയിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണത്. നമ്മൾ അവരെ അറിയിക്കുക. നമ്മൾക്ക് വരുന്ന ലിങ്കുകളും പോസ്റ്ററുകളൊക്കെ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുക. അങ്ങനെ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ വിശിഷ്ട ദാനങ്ങൾക്കായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ഈ ദാനങ്ങളാൽ നമ്മൾ പൂരിതരാവുകയും ചെയ്യാം. നമുക്ക് മുട്ടുകുത്തി നിന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും ഒരുക്കത്തോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കുകൊള്ളാം. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഭയഭക്തി ആദരവോടെ നമ്മൾ ഒരുങ്ങുകയാണ്.
യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ആഗ്രഹത്തോടെ വിളിക്കുന്നു, യേശുവേ കൃപ തരണമേ. ആത്മാവിന്റെ ശബ്ദദാനങ്ങളാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഈശോയേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഈശോ അങ്ങേ ഇത്രമേൽ ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രമേൽ ആരാധിച്ചാൽ പോരാ. കൃപ തരണമേ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണ് എനിക്കാശ. അഭിഷേകം നൽകണമേ. വിശുദ്ധദാനങ്ങളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്നേഹിക്കാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, സ്നേഹത്തോടെ വിളിക്കുന്നു യേശുവേ ആരാധ്യനേ, ഈശോയേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കരങ്ങൾ കോപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായും നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ നമ്മളെ മുദ്ര ചെയ്യുവാനും അഭിഷേകം ചെയ്യുവാനും ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി ഈശോ കടന്നു വന്നിരിക്കുകയാണ്. സൈർലേപനം എന്ന കുദാശ വഴി നമ്മിലെല്ലാം ഈ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ പകരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് നിർജീവമായി നമ്മിൽ വെളിപ്പെടാതെ നിർജീവമായ അവസ്ഥയിൽ, എൻ്റെ സഹോദരങ്ങളെ, അത് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ അനേകരായിരിക്കുന്നത്. ആത്മാവിൻ്റെ ദാനങ്ങളുടെയും ഫലങ്ങളുടെയും ശക്തിയും കൃപയും സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ, കർത്താവിന് സാക്ഷ്യം നൽകുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിക്കുക, കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ വചന ശുശ്രൂഷയിലൂടെ കണ്ടു, അടുത്ത ഒരുക്കം നമുക്ക് വേണം. എല്ലാ വ്യഗ്രതകളിൽ നിന്നും, എല്ലാ തിരക്കുകളിൽ നിന്നും നാം നമ്മെ തന്നെ ഒഴിച്ചു നിർത്തി, എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ സപ്തദാനങ്ങളുടെ പകർച്ചയുണ്ടാകണം. മാതാപിതാക്കളെ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളിൽ ഈ അഭിഷേകം നിറയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലും സത്യവിശ്വാസത്തിലും സ്നേഹത്തിലും പരിശുദ്ധാത്മ അനുഭവത്തിലും വളർന്നു വരുവാൻ അവർക്ക് ഈ വിശുദ്ധ ദാനങ്ങൾ കൂടിയേ തീരൂ. നമ്മുടെ കുടുംബം മുഴുവനിലേക്കും, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക് നമ്മുടെ വന്യവൈദികരെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വൈദികർ ഈ വിശുദ്ധ ദാനങ്ങളാൽ അവിടെ പൗരോഹിത്യ ശുശ്രൂഷകൾ ബലപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമർപ്പിതരെയും സന്യസ്തരെയും സമർപ്പിക്കാം. സമർപ്പിതരും സന്യസ്തരും ആത്മാവിന്റെ ഈ സപ്തദാനങ്ങളാൽ കൂടുതൽ അലങ്കൃതരാകുവാൻ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ സഹോദരങ്ങളെ, കരങ്ങൾ തുറന്നു പിടിച്ച്
ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾ ഒഴുകപ്പെടുന്ന സമയമാണ്. ഇത് കർത്താവിന്റെ സിംഹാസനമാണ്. ഈ സിംഹാസനത്തിൽ നിന്ന് ജീവജലത്തിന് നദി ഒഴുകപ്പെടുകയാണ്. വിശുദ്ധ ദാനങ്ങൾ ഒഴുകപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങൾ ഒഴുകപ്പെടുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് ആഗ്രഹത്തോടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കാണാതെ പോകരുതേ. ഞങ്ങളുടെ മേൽ കരങ്ങൾ നീട്ടണമേ. പരിശുദ്ധ അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കുക. ഈ അൾത്താരയുടെ തൊട്ടരികിൽ അമ്മ നിപ്പുണ്ട്. അമ്മ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണ്. അമ്മ പരിശുദ്ധ കുർബാനയുടെ അമ്മയാണ്. അമ്മയുടെ കരം പിടിച്ച് ആത്മാവിന്റെ ശബ്ദദാനങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിലെ, ഈ അവസാന നാളുകളിലെ യുഗാന്ത്യ സഭയിൽ ആത്മാവേ, അവിടുത്തെ ശബ്ദദാനങ്ങളെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. പ്രാർത്ഥിച്ചു പാടുന്നു. ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മശക്തിയുടെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ് എല്ലാവരിലും നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രമാമേ. കോർത്തു പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇന്ന് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച കരങ്ങൾ കർത്താവിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുക. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വിശിഷ്ട ദാനങ്ങൾ, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, അറിവിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്, ആത്മശക്തിയുടെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി നമ്മളിൽ ഓരോരുത്തരിലും, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, മാതാപിതാക്കളിൽ, സഹോദരി സഹോദരങ്ങളിൽ, ജീവിത പങ്കാളിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരാത്മാവിലും നിറയപ്പെടുവാൻ കോർത്ത് പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിശ്വാസത്തോടെ വിളിക്കുന്നു, യേശുവേ. പകരുക, പകരുക, കർത്താവേ, പകരുക. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മാവിന്റെ ദാനങ്ങൾ ഒഴുകപ്പെടുന്നു. ഈശോയേ, കരുണ ചൊരിയണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയെ ഉണർത്തണമേ. സഭയെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാ ആത്മാവേ, അങ്ങയുടെ വിശുദ്ധ ദാനങ്ങളാ ഞങ്ങളെ സമ്പന്നമാക്കണമേ, ഞങ്ങളെ അലങ്കൃതരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി പകരുക, പകരുക. നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടട്ടെ. അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുക. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി. ഈശോ, ഈശോ, നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടട്ടെ. കരങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ഈ വിശിഷ്ട ദാനങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം.
ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിവാകണമേ. ഹൃദയം നുറുകി നിലവിളിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയുണ്ടാകണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിച്ച് നമ്മൾ ദിവ്യകാരുണ്യയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയാണ്. മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ തീഷ്ണതയോടെ വിളിക്കുന്നു, യേശുവേ. സ്തുതിക്കുന്നു. ആത്മാവിന്റെ വിശിഷ്ടമായ ദാനങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. ആത്മാവിന്റെ വിശിഷ്ടമായ ദാനങ്ങൾ ഒഴുകപ്പെടട്ടെ. വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെല്ലാം സമ്പന്നരാകട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ മുദ്രിതരാകുവാൻ ആഗ്രഹിച്ച് നമ്മുടെ ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കുന്നു. ഈശോയെ, ഞങ്ങളിലേക്ക് പകരുക, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരുക, സമൂഹത്തിലേക്ക് പകരുക. ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ കർത്താവേ ഞങ്ങളെ പൂരിതമാക്കണമേ. സ്തുതിക്കുന്നു. ദാസർക്കേകിടുക.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ദിനത്തിലെ ശുശ്രൂഷകളെല്ലാം കർത്താവ് വലിയ കരുണയോടെ നയിച്ചു. നമ്മൾ നാളത്തെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാദർ ഷെഫാനോ ഗോപിക്ക് അമ്മ മാതാ പഠിപ്പിച്ച പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളെ നമ്മൾ കൂടുതൽ അലങ്കൃതരാകുവാൻ നമ്മൾ 3 പ്രാവശ്യം ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ഒരുക്കത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും, എല്ലാ മലിനതയിൽ നിന്നും നമ്മൾ പിന്തിരിയണം. എന്തുമാത്രം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് ആത്മാവിൻ്റെ ഈ ദാനങ്ങൾ നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നത്. മൂന്നാമതായി നമ്മൾ ധ്യാനിക്കേണ്ട ദൈവവചനം, യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കണമേ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിച്ചു വരിക. എൻ്റെ സഹോദരങ്ങളെ, അനേകരോട് നമ്മൾ പങ്കുവെക്കണം. നിങ്ങൾ ടീം ഷെക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ ഉന്നതമായ അഭിഷേകം നിറയാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഈശോ നാമത്തിൽ ചോദിക്കുകയാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. ഹോളി നൈറ്റ്.